മധ്യപ്രദേശിൽ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടി കഴിഞ്ഞ് മടങ്ങിയ പോലീസ് സംഘം സഞ്ചരിച്ച ബസ് അപകടത്തിൽപ്പെട്ടു. 21 പോലീസുകാർക്ക് പരിക്കേറ്റു. ഭോപ്പാൽ ബേതുൽ ഹൈവേയിൽ ബരേത്ത ഘട്ടിന് സമീപമാണ് അപകടമുണ്ടായത്. പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായി മധ്യപ്രദേശ് പോലീസ് അറിയിച്ചു. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ബൽറാം, എന്താണ് ഈ അപകട വാർത്തയുടെ വിവരങ്ങൾ? വേണു, ഇന്നലെ നടന്ന ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പിന്റെ ഡ്യൂട്ടി പൂർത്തിയാക്കി സ്വദേശമായ ബേത്തലിലേക്ക് മടങ്ങുന്നതിനിടെയാണ് ഈ ബസ്, പോലീസുകാർ സഞ്ചരിച്ച ബസ് അപകടത്തിൽപ്പെട്ടത്. ഇന്ന് പുലർച്ചെ 4 മണിയോടെയാണ് ഭോപ്പാൽ ബേത്തുൽ ഹൈവേയിൽ വെച്ച് അപകടമുണ്ടായത്. ഒരു ലോറിയുമായി കൂട്ടിയിടിക്കുന്നത് ഒഴിവാക്കുന്നതിനായി ബസ് ഡ്രൈവർ ബസ് വെട്ടിച്ചു മാറ്റുമ്പോൾ നിയന്ത്രണം വിട്ട് തല കീഴായി ബസ് മറിയുകയായിരുന്നു. ഈ ബസ്സിൽ ഹോംഗാർഡുകളും പോലീസുകാരും ഉൾപ്പെടെ 40ഓളം പേരാണ് ഉണ്ടായിരുന്നത്. ഇതിൽ 21 പേർക്ക് പരിക്കേറ്റിരിക്കുന്നു. 8 പേരുടെ നില അതീവ ഗുരുതരമാണ് എന്നാണ് പോലീസ് അറിയിക്കുന്നത്. മറ്റ് ഉള്ളവർക്ക് പ്രാഥമിക ചികിത്സ നൽകിയിരിക്കുകയാണ്. നിലവിൽ 8 പേരെയും മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരിക്കുകയാണ്. നിലവിൽ ഇവരുടെ നില അപകടകരമല്ല എങ്കിൽ പോലും അതീവ ഗുരുതരമാണ് ഇവരുടെ സാഹചര്യം എന്ന് തന്നെയാണ് പോലീസ് അറിയിക്കുന്നത്. ഇവർക്ക് വിദഗ്ധ ചികിത്സ നൽകാനുള്ള നിർദ്ദേശം മുഖ്യമന്ത്രി നൽകിയിട്ടുണ്ട്. ചിന്തുവാടയിൽ നിന്നും ഡ്യൂട്ടി കഴിഞ്ഞ് മടങ്ങുന്നതിനിടെയാണ് ഇവർ സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെട്ടത്. വേണു, ശരി. ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.